കാൽവരി അഥവാ മുന്നൂർപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയുടെ ആരംഭചരിത്രം. കറുകുറ്റി പഞ്ചായത്തിലെ മുന്നൂർപ്പള്ളിക്കരയിൽ ആണ് കാൽവരി ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം മൊട്ടക്കുന്ന് എന്ന പേരിലാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. വന്യമൃഗങ്ങളുടെ വാസകേന്ദ്രങ്ങളായ മലകളുടെയും സമൃദ്ധിയുള്ള പുഴകളുടെയും സാമീപ്യം കൊണ്ടും പ്രകൃതി സൗന്ദര്യം കൊണ്ടും അനുഗ്രഹീതമായിരുന്നു ഈ പ്രദേശം. എടക്കുന്ന് ഏഴാറ്റുമുഖം റോഡിൽ മാതൃദേവാലയമായ ഇടക്കുന്ന് പള്ളിയുടെ 2 മൈൽ വടക്ക് 7 ആറുകളുടെ സംഗമസ്ഥാനമായ ഏഴാറ്റുമുഖത്തിൻ്റെ 2 മൈൽ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന കാൽവരി എന്നറിയപ്പെടുന്ന കുന്നിൽ 1958 ഒക്ടോബർ 5-നാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിൽ പള്ളി ആരംഭിച്ചത്. കറുകുറ്റി ഇടവകയിൽപ്പെട്ട ഇടപ്പാറ പൈനാടത്ത് ബഹുമാനപ്പെട്ട യൗസേപ്പച്ചൻ്റെ മരണപത്രികയിലെ ആഗ്രഹവും നിശ്ചയവുമനുസരിച്ച് മുന്നൂർപ്പള്ളിയിൽ പള്ളി സ്ഥാപിക്കുന്ന കാലത്ത് അതിന് ദാനം നൽകുന്നതിന് 3 ഏക്കർ സ്ഥലം നിശ്ചയിച്ച് ബന്ധുക്കളെ ഏൽപ്പിച്ചിരുന്നു. അപ്രകാരം ലഭിച്ച 3 ഏക്കറിൽ മാതൃ ദേവാലയമായ ഇടക്കുന്നു പള്ളിയിലെ അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജോൺ പയ്യപ്പള്ളിയുടെ നേതൃത്വത്തിൽ തദ്ദേശവാസികളുടെ ഉത്സാഹഫലമായി ഇപ്പോൾ പള്ളി സ്ഥിതി ചെയ്യുന്നതിന് അല്പം വടക്കുമാറി ഒരു ഷെഡ് കെട്ടിയുണ്ടാക്കുകയും 1958 ഒക്ടോബർ 5-ന് ആദ്യമായി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. ആരംഭത്തിൽ ഏകദേശം 45 വീട്ടുകാർ മാത്രമേ ഈ പരിസരത്ത് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കൊല്ലങ്ങൾ മുമ്പ് വരെ ഈ കര വന്യമൃഗങ്ങൾ, മലമ്പനി മുതലായവയുടെ ഉപദ്രവം മൂലം വാസയോഗ്യമല്ലാതായി കിടക്കുകയായിരുന്നു. ഇപ്പോഴുള്ള പള്ളിയുടെ തറയിട്ടത് ഫാദർ ജോൺ പയ്യപ്പള്ളിയായിരുന്നു. എങ്കിലും ബഹുമാനപ്പെട്ട പയ്യപ്പള്ളി തോമാച്ചനാണ് പള്ളിയുടെ പണി പൂർത്തീകരിച്ചത്. 1968 മാർച്ച് 25-ന് എറണാകുളം മെത്രാപ്പോലീത്ത മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനി പുതിയ പള്ളി വെഞ്ചരിച്ചു. ഫാദർ പോൾ ചക്കിയത്ത് പള്ളിമുറിയുടെ പണി പൂർത്തിയാക്കി. 1968 വരെ ഈ പള്ളി നടത്തിയിരുന്നത് എടക്കുന്ന് പള്ളിയിലെ അതത് കാലത്തെ വികാരിമാരായി വന്നിരുന്ന അച്ഛന്മാരാണ്. അക്കാലങ്ങളിൽ എല്ലാ ഞായറാഴ്ചയിലും വൈകിട്ടൊരു കുർബാന മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1968 മാർച്ച് മുതൽ ഈ പള്ളി നടത്തുന്നതിന് ബഹുമാനപ്പെട്ട കരിയാറ്റി പൗലോസ് അച്ഛനെ ചുമതലപ്പെടുത്തുകയും കാൽവരിയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ശേഷം ബഹുമാനപ്പെട്ട പള്ളിപ്പാടൻ ജോസഫ് അച്ഛൻ 1971 ജൂൺ 12-ന് ചാർജ് എടുത്തു. 1982 ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ്റെ നേതൃത്വത്തിൽ പള്ളി പുതുക്കി പണി ആരംഭിച്ചു. 1988 ഡിസംബറിൽ പുതിയ പള്ളിയുടെ കുദാശ കർമ്മം നടത്തി.